ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ശ്രീകുട്ടിയെ മൊട്ടയടിക്കാൻ പോവുകയാണ്. എവിടെയാണെന്നല്ലേ? പാലക്കാട്ടുകാരുടെ സ്വന്തം പഴനിയായ കൊടുമ്പ് സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? ഡിസംബറിലെ തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 8 മണിക്കാണ് ഇറങ്ങിയത്. പക്ഷേ ഇനിയും വെയിൽ വന്നിട്ടില്ല. മൂടൽമഞ്ഞും തണുത്ത കാറ്റും ഇളം വെയിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമായിരുന്നു. തണുപ്പായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സ്വെറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുൻപ് കൊറോണ കാലത്താണ് ഞങ്ങൾ മോനെയും കൊണ്ട് മൊട്ടയടിക്കാൻ ഇതുപോലെ കൊടുമ്പിലേക്ക് പോയത്. പക്ഷെ അത് നേരത്തെ പോയതുകൊണ്ട് നേരത്തെ മൊട്ടയടിച്ച് വന്നു. പക്ഷെ ആ സമയം വേനൽക്കാലം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് 8 മണിക്ക് ഇറങ്ങുക എന്ന് വിചാരിച്ചത്. ആ സമയത്ത് പക്ഷേ അകത്ത് കയറി തൊഴാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. കൊടുമ്പ് ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നേർച്ച മൊട്ടയടിക്കുന്ന സ്ഥലം. അത് അമ്പലത്തിൻ്റെ വകയാണ്. നമ്മൾ ടോക്കൺ പോയി എടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ മൊട്ടയടിച്ച് തരും. ഈ സൈഡ് വഴിയിലൂടെയാണ് പോവേണ്ടത്. അവിടുന്ന് ആ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തായിട്ടാണ് മൊട്ടയടിക്കുന്ന സ്ഥലം. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. അവിടെ ഇപ്പോൾ ഒരു കുട്ടിയെ മൊട്ടയടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാം. അപ്പോൾ ഞങ്ങളതിൻ്റെ സൈഡിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കുളമുണ്ട്. കുളത്തിലേക്കുള്ള വഴിയാണത്. വലിയവർക്കൊക്കെ ഇവിടെ മൊട്ടയടിച്ചിട്ട് ആ കുളത്തിൽ പോയി കുളിക്കാവുന്നതാണ്. ഇതിലെയാണ് വഴി. നമ്മൾ നിന്ന ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. അപ്പോൾ അവളെ മൊട്ടയടിക്കാൻ വേണ്ടി കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇരിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എങ്കിലും അവൾ ഒറ്റയ്ക്കാണ് ഇരുത്തിയത്. അച്ഛൻ്റെ മടിയിൽ വേണമെങ്കിൽ ഇരുത്തായിരുന്നു. പക്ഷെ അവളില്ല, ഓക്കെ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ മുഖത്തേക്കൊക്കെ വന്നപ്പോഴേ. അവിടെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ അവളെ മൈൻഡൊന്ന് സെറ്റാക്കി. പക്ഷെ എന്നിട്ട് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എണീക്കണമെന്നും പുതപ്പൊക്കെ പുതച്ചപ്പോൾ വേണ്ട എണീക്കണം എനിക്ക് എന്നൊക്കെ ഫേസ് വേണ്ട. ഫസ്റ്റ് മൊട്ട പഴനി പേടിച്ചപ്പോഴും അവൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ഏട്ടൻ്റെ മടിയിലായിരുന്നു. അവൾക്ക് എന്താ സംഭവിക്കുന്നത് അറിയാത്തതുകൊണ്ട് ചുറ്റും ആളുകളൊക്കെ ഇതുപോലെ മൊട്ടയടിക്കുന്നതുകൊണ്ട് അവളെ സുഖമായിരുന്നു. ഇന്ന് എന്ത് ചെയ്യുമെന്നറിയില്ല. നിങ്ങളറിഞ്ഞു സുഹൃത്തുക്കളെ, ഞാൻ പെട്ടുപോയി എന്ന ഭാവത്തിലാണ് പിന്നീട് അവളുടെ ഇരുത്തം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് അവൾ ഓക്കെ ആയി. അങ്ങനെ അനങ്ങാതെ ഇരുന്നു. ഇത് കഴിഞ്ഞിട്ട് അയാളൊക്കെ തിരിച്ച് ഞാൻ മൊട്ടയടിക്കുന്നുള്ള രീതിയിൽ അവൾ അങ്ങനെ ഇരുന്നു. അങ്ങനെ ശ്രീകുട്ടിൻ്റെ മൊട്ടയടിക്കൽ കഴിഞ്ഞു. മുട്ടക്കുട്ടിയായി. മൊട്ടയടിക്കൽ കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ട്, ഹീറ്ററുണ്ട്. അപ്പോൾ അവിടെ ചൂടുവെള്ളം കിട്ടും. കുട്ടികൾക്ക് കുളിക്കാൻ ഈ മൊട്ടയടിക്കുന്നതിൻ്റെ പുറകിൽ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഡ്രസ്സൊക്കെ എടുത്ത് വരാൻ വണ്ടിയിലായിരുന്നു കൊണ്ട് ഏട്ടൻ വണ്ടിയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ കുളിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ അങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നപ്പോൾ വേഗം കുളിപ്പിച്ചു. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് സുന്ദരിയാക്കി. ഇനി അമ്പലത്തേക്ക് പോവുകയാണ്. അമ്പലത്തിലെത്തി. ഞാൻ കയറില്ല എന്നുള്ള ഭാവത്തിൽ 2 കൈയും പുറകിൽ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മൊട്ടയടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറുകയാണ്. അമ്പലത്തിനകത്തായതുകൊണ്ട് ഇനി വീഡിയോ ഓഫ് ചെയ്യാണ്.
ഞങ്ങൾ മുരുകനെയൊക്കെ കണ്ട് തൊഴുതി. അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്തുള്ളവർ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ശ്രീകുട്ടി അവിടെ ഓടി നടന്ന് കളിക്കുകയാണ്. എൻ്റെ മോന് ചോദിക്കുകയാണ്, അച്ഛ അവിടെ പ്രസാദം മേടിക്കാൻ പോയി, ഞങ്ങളും പോട്ടെ എന്ന്. ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങോട്ട്. എന്തൊക്കെയാണ് അമ്പലത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. അപ്പോൾ ആ സൈഡിലാണ് പ്രസാദം മേടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് ഏട്ടൻ വന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി അമ്പലത്തിന് പുറത്തൊരു ക്ഷേത്രം, ചെറിയൊരു അമ്പലമുണ്ട്, അവിടെയും കൂടി തൊഴുതണം. അവിടെ തൊഴുതി അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. കുടുംബ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇനി ഞങ്ങൾ മടങ്ങുകയാണ്. ഇത്രയൊക്കെയാണ് മുട്ടയടിക്കാൻ പോയ വിശേഷങ്ങൾ.